everyone, എല്ലാവർക്കും വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ 12th ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് അവിടെ 12th അപ്പിയറിംഗ് ആണോ പാസ്ഡ് ആണോ എന്ന് ചോദിക്കും. കൂടാതെ ഒരു കോഡ് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ കോഡ് എന്താണെന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തീർക്കാനായിട്ടാണ് നമ്മൾ കോഡ്സിൻ്റെ ഒരു സെപ്പറേറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്കറിയാം കോഡ് 1 to 7 ഉണ്ട്. ഓക്കെ, 1 to 7 ഉണ്ട്. കോഡ് 1, 2, 3, 4, 5, 6, 7 അങ്ങനെ 7 ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് 1 by 1 ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് കോഡ് 1. കോഡ് 1 എന്ന് വെച്ചാൽ ഇപ്പോൾ അപ്പിയർ ചെയ്യുന്ന 12th അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് കോഡ് 1 എന്ന് വരുന്നത്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബോർഡ് എക്സാം എഴുതിയിരിക്കുകയാണ്, റിസൾട്ട് ഒന്നും വന്നിട്ടില്ല, ആൻഡ് ഇനി നിങ്ങൾ നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനത്തെ കുട്ടികളാണ് കോഡ് 1 വരുന്നത്. അതായത് നിങ്ങൾ +2 ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസ് 12 ക്വാളിഫിക്കേഷൻ ചോദിക്കുന്ന സ്ഥലത്ത് അപ്പിയറിംഗ് ആണോ പാസ്ഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ അപ്പിയറിംഗ് കൊടുത്ത കുട്ടിയേക്കാണ് എന്തെന്ന് വരിക, ഈ കോഡ് 1 എന്നുള്ള ഓപ്ഷൻ വരിക. പാസ്ഡ് ആയ ആളുകൾക്ക് ഒരിക്കലും കോഡ് 1 ഓപ്ഷൻ അവിടെ ഉണ്ടാവില്ല. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം കോഡ് 2 to 7 ആണ് പാസ്ഡ് ആയ കുട്ടികൾക്കുള്ളത്. ആൻഡ് അപ്പിയർ ആയവർക്ക് കോഡ് 1 മാത്രമേ ഉള്ളൂ. കോഡ് 1 എന്ന് വെച്ചാൽ അപ്പോൾ എന്താണ്, ഇപ്പോൾ 12th ഇരിക്കുന്ന കുട്ടികൾ പാസ്ഡ് ആണോ ഫെയിൽ ആണോ ഒന്നും അറിയില്ല, എക്സാം അപ്പിയർ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് നീറ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, കോഡ് 1. ആൻഡ് കോഡ് 2 എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ പാസ്ഡ് ആണ് ആൻഡ് നിങ്ങൾ 1 year ബ്രേക്ക് എടുത്ത് നിങ്ങൾ ഡിഗ്രി ഒന്നും ജോയിൻ ചെയ്തില്ല, നിങ്ങൾ നിങ്ങളുടെ സ്വയം സെൽഫ് സ്റ്റഡി ആയിട്ടോ അല്ലെങ്കിൽ വേറെ വല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പോയി നീറ്റിന് പ്രിപ്പയർ ചെയ്ത് നീറ്റ് എഴുതാനിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളാണ് എന്ത്, കോഡ് 2 കാറ്റഗറിയിൽ വരുന്നത്. നിങ്ങളാണ് കോഡ് 2 കാറ്റഗറി ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് 12th കഴിഞ്ഞ് പാസ്സായി ഡിഗ്രിക്കൊന്നും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല, നിങ്ങൾ സെപ്പറേറ്റ് 1 year ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്, എന്നിട്ട് നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളാണ് എന്ത്, നിങ്ങളെ കോഡ് 2 വരുന്നത്. ഇനി കോഡ് 3 എന്ന് പറഞ്ഞാൽ നമുക്കുണ്ട് ചില സ്റ്റേറ്റ്സിലൊക്കെ നിങ്ങൾ ഈ ക്ലാസ് 11th and 12th പകരം അവിടുത്തെ എക്സാമിന് നമ്മൾ PU എക്സാംസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കർണാടക എടുക്കുകയാണെങ്കിൽ കർണാടകയിൽ ക്ലാസ് 11th and 12th നമ്മൾ PU എക്സാംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളാണ് എന്ത്, കോഡ് 3 വരുന്നത്. നമ്മളെ കേരളയിൽ നമ്മളധികം കേരള സ്റ്റേറ്റിൻ്റെ എക്സാം അല്ലെങ്കിൽ CBSE എക്സാമാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ ചില സ്റ്റേറ്റ്സിൽ ഇങ്ങനെ PU എക്സാംസ് ആണ് ഇപ്പോഴും കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ പ്രീ ഡിഗ്രി കോഴ്സസ് ആയിട്ട്. അപ്പോൾ അതാണ് എന്ത്, കോഡ് 3 വരുന്നത്. ആൻഡ് കോഡ് 4 പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രീ പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രീ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണ് എവിടെ വരുന്നത്, കോഡ് 4 വരുന്നത്. പ്രീ പ്രൊഫഷണൽ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രീ പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രീ മെഡിക്കൽ കോഴ്സുകൾ എടുത്ത ആളുകളാണ് എന്തിൽ വരിക, കോഡ് 4 വരുന്നത്. ആൻഡ് കോഡ് 5 പോകുമ്പോൾ നമുക്ക് BSc ഒക്കെ ഉണ്ടല്ലോ, BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇതൊക്കെ എടുക്കുന്ന കുട്ടികൾ, മാത്സ് അല്ല BSc ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതെടുക്കുന്ന കുട്ടികൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എഴുതാൻ പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ നീറ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരാണ് എവിടെ വരുന്നത്, കോഡ് 5 വരുന്നത്, ഫസ്റ്റ് ഇയേഴ്സ് കേട്ടോ. ഇനി നമുക്ക് കോഡ് 6 എന്ന് പറഞ്ഞാൽ ആ BSc കംപ്ലീറ്റ് ചെയ്ത ആളുകൾ, BSc 3rd year കംപ്ലീറ്റ് ചെയ്തു, 3 വർഷം പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഒരു ആഗ്രഹം നീറ്റ് എഴുതാണെന്ന്, അങ്ങനത്തെ കുട്ടികൾക്കാണ് എന്തുള്ളത്, കോഡ് 6 ഉള്ളത്. ആൻഡ് കോഡ് 7 എത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ NRI സ്റ്റുഡൻസ്, അതായത് നിങ്ങൾ 11th 12th ഒന്നും നിങ്ങൾ ഇന്ത്യയിലല്ല ചെയ്തത്, പുറത്ത് ഒരു രാജ്യത്ത് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരികയാണ്, നാട്ടിൽ വന്നിട്ട് ഇനി ഇവിടെ നീറ്റ് എഴുതി MBBS പഠിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികളാണ് എന്തിൽ വരുന്നത്, കോഡ് 7 വരുന്നത്. സോ അതാണ് നമ്മുടെ കോഡ് 1 to 7. 1 എന്ന് വെച്ചാൽ അപ്പിയർ ചെയ്യുന്ന കുട്ടികൾ, ആൻഡ് 2 എന്ന് വെച്ചാൽ 1 year ബ്രേക്ക് എടുത്ത് എഴുതുന്ന കുട്ടികൾ, 3 എന്ന് വെച്ചാൽ പ്രീ ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന കുട്ടികൾ, 4 എന്ന് വെച്ചാൽ പ്രീ മെഡിക്കൽ അല്ലെങ്കിൽ പ്രീ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, ആൻഡ് 5 എന്താണ് BSc ഫസ്റ്റ് ഇയേഴ്സ്, 6 BSc കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ, ആൻഡ് 7 NRI സ്റ്റുഡൻസ്. ഓക്കെ, ഇപ്പോൾ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക, ഡൗട്ട് തീർത്തിട്ടേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ. ഓക്കെ, തെറ്റുകളൊന്നും വരുത്തി വെക്കാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.